ഷോർ ഓഫ് ഗ്രേസിൻ്റെ 15ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാംസുകൾ ശ്രദ്ധിച്ച, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെ സമയങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ച, ധൈര്യം നൽകിയ, പ്രത്യാശയോടെ നിലനിർത്തുന്ന, പ്രതീക്ഷ നൽകുന്ന ചില ഗാനങ്ങളാണ് പാടുന്നത് എന്ന്. എൻ്റെ ശബ്ദത്തിൽ തന്നെ പാടുന്നതിൻ്റെ കാരണം അടുത്ത പ്രോഗ്രാമിൽ പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ തൊട്ടറിയുന്ന, അറിഞ്ഞ ഒരു ഭക്തന് യേശു കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് എന്തെങ്കിലും ചോദിക്കാൻ, പറയാൻ, അല്ല, നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരവസരം വന്നാൽ എന്തായിരിക്കും പറയുക, ചോദിക്കുക? യേശു കർത്താവിൻ്റെ പ്രിയ ശിഷ്യഗണത്തിലെ ബഹുമാനപ്പെട്ട പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും അദ്ദേഹം പറയുക? അന്നത്തെ അധൈര്യവാനായ പത്രോസ്, തള്ളിപ്പറഞ്ഞ പത്രോസ്, എടുത്തുചാട്ടക്കാരനായിരുന്ന പത്രോസ്, പിന്മാറിപ്പോയ പത്രോസ്, വീണ്ടും യഥാസ്ഥാപനപ്പെട്ട പത്രോസ് പറയുക എന്തായിരിക്കും? അതുതന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. ഇന്നത്തെ ഈ ഗാനം എഴുതുവാൻ ദൈവം ഉപയോഗിച്ചത് ഡോക്ടർ തോമസ് ഏബ്രഹാം, അല്ലെങ്കിൽ തോമസ് കുട്ടി ബ്രദർ എന്നറിയപ്പെടുന്ന ദൈവദാസനെയാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പല സമയങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ പോലെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെക്കുറിച്ച് തന്നെയുള്ള പ്രതീക്ഷകൾ ചോർന്നു പോകും പോലെ, ഞാനൊരു പ്രയോജനമില്ലാത്തവൻ എന്നൊക്കെ ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. അത്ഭുതകരമായ ദൈവകരം ജനനം മുതൽ കണ്ടു വളർന്നവൻ, അതനുഭവിച്ചവൻ, എങ്കിലും ചില സങ്കട സാഹചര്യങ്ങളിൽ മിണ്ടാൻ പോലും പറ്റാതെ, ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയ സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെ പാപങ്ങൾ കൊണ്ടാണെന്ന് കേൾക്കേണ്ടി വന്ന അവസരങ്ങളുണ്ട്. ദൈവം പോലും എന്നെ ഓർക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്രോസിനോട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, പത്രോസേ, നിന്നെ പാറ്റിക്കളയുവാൻ സാത്താൻ 3 വട്ടം എന്നോട് ചോദിച്ചതാ, ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ കേട്ടോ എന്ന്. വാവ്! ഈ സ്നേഹം അത് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല. കാരണം ഈ സ്നേഹം അത് ദൈവസ്നേഹമാണ്. കേവലം എന്തെങ്കിലും കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു സ്നേഹമല്ല. കാൽവർ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ പിതാവിനോട് പറയുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ പ്രസാദിൻ്റെ, അല്ല, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ നിത്യരക്ഷയ്ക്കായി വന്ന് ശാപമൃത്യു വരിച്ച് ഉയർത്ത യേശുനാഥൻ്റെ നിസ്തുല്യമായ സ്നേഹം. ഹല്ലേലൂയ! ഈ സ്നേഹം അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന സഹോദര താങ്കൾക്കുള്ള സമയം. അതെ, താങ്കളുടെയും രക്ഷയ്ക്കായാണ് യേശു കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടത്. അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഏതൊരാൾക്കും പത്രോസിനെ യഥാസ്ഥാപനപ്പെടുത്തുവാൻ ചൂട് അപ്പവുമായി കരയിൽ കാത്തുനിന്ന അതേ യേശുനാഥൻ താങ്കൾക്കായും കാത്തു നിൽക്കുകയാണ്. ആ സ്നേഹ കരവലയത്തിലായിട്ടുള്ളവർ ചിന്തിക്കുക, അവനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്ന കാര്യത്തിൽ നാം എങ്ങനെയാണ്? വിശ്വസ്തരാണോ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പാടാം, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ. ഇത് നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേ സുരക്ഷകാ. എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം
ഒരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നിൽ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നിൽ നീ എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ഇതത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം